ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. രാജ്യത്തിന്റെ യുവശക്തി ഇന്ത്യയെ അതിവേഗം വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ വികസിത് ഭാരത് യുവ നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 3000 യുവ നേതാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മുകശ്മീരിൽ സോനാമാർഗ് തുരങ്കപാത ഉദ്ഘാടനം ചെയ്യും. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി ഉയരത്തിൽ 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാത ശ്രീനഗറിനും സോനാമാർഗിനുമിടയിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിധത്തിൽ ലേയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തും. ISROയുടെ സ്പേഡെക്സ് ദൌത്യത്തിന്റെ ഭാഗമായുള്ള 2 പേടകങ്ങൾ ഡോക്കിംഗിന് മുന്നോടിയായി കേവലം 3 മീറ്റർ അകലത്തിൽ എത്തിച്ചു. തുടർന്ന് പേടകങ്ങൾ സുരക്ഷിത ദൂരത്തേക്ക് മാറ്റി. ലഭ്യമായ പരീക്ഷണ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം ഡോക്കിംഗിലേക്ക് കടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ സ്പെയിൻ സന്ദർശനത്തിന് നാളെ തുടക്കം. വിദേശകാര്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സ്പെയിൻ സന്ദർശനമാണിത്. സ്പാനിഷ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന ശ്രീ ജയശങ്കർ സ്പാനിഷ് അംബാസഡർമാരുടെ 9ാമത് വാർഷിക സമ്മേളനത്തിലും പങ്കെടുക്കും. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ശ്രീ എസ് ജയശങ്കർ പങ്കെടുക്കും. ഈ മാസം 20-നാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബീജാപൂരിലെ ദേശീയോദ്യാനത്തിനരികിൽ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് നാളെ തുടക്കമാകും. തീർത്ഥാടകരെയും സഞ്ചാരികളെയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 26 വരെയാണ് കുംഭമേള. മകരസംക്രമ പൂജയ്ക്കൊരുങ്ങി ശബരിമല. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് ദിനമായ മറ്റന്നാൾ വൈകിട്ട് സന്നിധാനത്തെത്തും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പ് നാളെ തിരുവനന്തപുരത്ത് സമാപിക്കും. സമാപന സമ്മേളനം ചലച്ചിത്ര താരം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ മൊബൈൽ ഔട്ട്ബ്രേക്ക് പരിശോധനാ യൂണിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. സാമ്പിൾ ശേഖരണത്തിന് ആവശ്യമായ ഉപകരണങ്ങളും അവ കൈകാര്യം ചെയ്യാനുള്ള വിദഗ്ധ സംഘവും യൂണിറ്റിന്റെ ഭാഗമാണ്. തിരുവനന്തപുരം തമ്പാനൂർ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സ്ത്രീ പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ സ്ഥിരം ജീവനക്കാരിയല്ലെന്ന് അധികൃതർ. ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് സൈനിക കേന്ദ്രത്തിന്റെ വിശദീകരണം. 2 ദിവസത്തെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന് മറ്റന്നാൾ എറണാകുളം കുസാറ്റിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുമെന്ന് വിതരണക്കാരുടെ സംഘടന. ഗോഡൌണുകളിൽ അനധികൃതമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന സംഭവങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്ന് നടന്ന 2ാം മത്സരത്തിൽ ഇന്ത്യ 116 റൺസിന് വിജയിച്ചു. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം ബുധനാഴ്ചയാണ്. വനിതാ ഹോക്കി ഇന്ത്യ ലീഗിന് ഇന്ന് തുടക്കം. അല്പസമയത്തിനകം റാഞ്ചിയിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഡൽഹി SG പൈപ്പേഴ്സ് ഒഡീഷ വാരിയേഴ്സിനെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യൻ ബെലറൂസിന്റെ ആര്യന സെബലങ്ക 2ാം റൗണ്ടിൽ. പുരുഷ സിംഗിൾസിൽ നോർവേയുടെ കാസ്പർ റൂഡ് 2ാം റൗണ്ടിൽ കടന്നു. പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള മാതൃകാ പാർലമെന്റും സംസ്ഥാനതല ബെസ്റ്റ് പാർലമെന്റേറിയൻ ക്യാമ്പും നാളെ ആരംഭിക്കും. പരിപാടിയുടെ ഭാഗമായുള്ള അനുമോദന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേയുടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മറ്റന്നാൾ മുതൽ പകൽ സമയം റൺവേ അടച്ചിടും. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് റൺവേ അടച്ചിടുക. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ദേശീയ നിലവാരത്തിലുള്ള മൈക്രോബയോളജി ലാബിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. തിരുവനന്തപുരം ഗവൺമെന്റ് അനലിസ്റ്റ് ലബോറട്ടറിയിലാണ് പരിശോധനാ കേന്ദ്രം. സംസ്ഥാനത്തെ സ്പോർട്സ് സ്കൂളുകളിലേക്കും സ്പോർട്സ് കൌൺസിലിന് കീഴിലെ അക്കാദമികളിലേക്കുമുള്ള സെലക്ഷൻ ഈ മാസം 18-ന് കാസർഗോഡ് EMS സ്റ്റേഡിയത്തിൽ നടക്കും. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി R നാസർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 46 അംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥിനികൾ അപകടത്തിൽപ്പെട്ടു. 4 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്.
ഒല്ലൂർ ചീരാച്ചിയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ചിയ്യാരം സ്വദേശികളായ എൽസി, മേരി എന്നിവരാണ് മരിച്ചത്. പള്ളിയിലേക്ക് പോകും വഴി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.